വിസ്ഡം തോട്ട്സ് ഇൻ സെയിൽസ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിസ്ഡം തോട്ട്സ് ഇൻ സെയിൽസ്, അതായത് വിൽപ്പനയിലെ ജ്ഞാനം എന്നുള്ളതാണ്. ലോകപ്രശസ്തരായ 100-ലധികം ധനികരെ ഞാൻ പഠിച്ചപ്പോൾ, അതായത് ലോകപ്രശസ്തരായിട്ടുള്ള 100-ലധികം ബില്യനേഴ്സിനെ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ്. അതായത് ഈ ലോകപ്രശസ്തരായിട്ടുള്ള ബില്യനേഴ്സ് അല്ലെങ്കിൽ നമുക്കറിയുന്ന ഇൻഫ്ലുവൻസേഴ്സോ ക്രിയേറ്റേഴ്സായിട്ടുള്ള ആളുകൾ അവരേറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ പ്രൂഫിലാണ്. അതായത് അവർ ചെയ്യുന്ന പ്രവൃത്തിയെ അവർ ഒരു സോഷ്യൽ പ്രൂഫാക്കി മാറ്റുന്നു. അതായത് പൊതുജനത്തിൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ അവരുടെ ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ആ ആളുകൾ, ആ ഫോളോവേഴ്സ് എന്ന് പറയുന്നവർ അവരെപ്പോഴും സോഷ്യൽ പ്രൂഫാണ് തിരക്കുന്നത്. ഈ വ്യക്തിയെ ഫോളോ ചെയ്യും. അതായത് ഈ വ്യക്തി ആരുമായിട്ട് കണക്റ്റഡ് ആകുന്നു, ഈ വ്യക്തിക്കുണ്ടാകുന്ന ഇൻഫ്ലുവൻസ് എന്താണ്, ഈ വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം ഇത് ബോധ്യമുള്ള ബില്യനേഴ്സ് ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, അവരെന്താ ചെയ്യുന്നത്, അവരാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നു, അവരാരൊക്കെയായിട്ട് നെറ്റ്വർക്ക് ചെയ്യുന്നു, അവരാരുമായിട്ട് റിലേഷൻഷിപ്പ് അവർ കീപ്പപ്പ് ചെയ്യുന്നു, ഇതിനെല്ലാം റെക്കോർഡിക്കൽ എവിഡൻസ് ഉണ്ട്. അപ്പം ഈ റെക്കോർഡിക്കൽ എവിഡൻസ് സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഏതൊക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണോ അല്ലെങ്കിൽ ഈ പറയുന്ന പത്രമാധ്യമങ്ങളായിക്കോട്ടെ, ഏതൊക്കെ മാധ്യമങ്ങളായിക്കോട്ടെ, അവയുപയോഗിച്ചുകൊണ്ട് ഈ സോഷ്യൽ പ്രൂഫും അവർ ആളുകളിലേക്ക് എത്തിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചും നമ്മളും ഈ പറയുന്ന ഒരു ബില്യനർ ആവണം, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ഗ്രോത്ത് എത്തിച്ചേരണം, നമുക്കൊരു സ്കിൽ സെറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഗ്രോത്തിനെ എത്തിച്ചേർക്കുവാനായിട്ട് യു ഹാവ് ടു ഇൻവെസ്റ്റ് യുവർ മണി, ടൈം ആൻഡ് ഓൾസോ എനർജി ഇൻ സോഷ്യൽ പ്രൂഫ്. സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്നത് എവിഡൻസ് ആണ്. ആ എവിഡൻസ് എന്ന് പറയുന്നത്, ആ എവിഡൻസ് നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ നെറ്റ്വർക്കിങ്ങിലാണോ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് അവയിലെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഇൻഫ്ലുവൻസ് കൂടുകയും നമുക്ക് ചുറ്റുമുള്ള ഫാൻ ബേസ് കൂടുകയും ചെയ്യും. അപ്പം ഇൻവെസ്റ്റ് യുവർ ടൈം, എനർജി, മണി ആൻഡ് ഓൾസോ യുവർ അറ്റൻഷൻ ഇൻ സോഷ്യൽ പ്രൂഫ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ബില്യനേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന 3 സൂപ്പർ സ്കില്ലുകളിൽ ഒരു സ്കില്ല് അവർ ഡെവലപ്പ് ചെയ്യും. അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ബില്യനേഴ്സ് ഒന്നാമത്തെ സൂപ്പർ പവർ എന്ന് പറഞ്ഞത് ടീച്ചിങ് ആണ്. അതായത് ആളുകളെ പഠിപ്പിക്കുവാൻ അല്ലെങ്കിൽ ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുള്ള കഴിവെന്ന് പറയും. ടീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഇൻഫ്ലുവൻസിങ് ഓൾസോ. അതായത് അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രയോജനം എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെടും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഫ്രണ്ട്സ് എന്നുള്ളതാണ്. ഈ ടൈപ്പിലുള്ള ആളുകൾ, അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ബില്യനേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് സൗഹൃദങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു മിടുക്ക സ്കില്ല് ഉണ്ടാകും. അപ്പോൾ അവരെന്താ പറയുന്നത്, അവർ ആ സ്കെയിലപ്പ് ചെയ്യുമ്പോൾ അവർ ആ ലെവലിലുള്ള ആളുകളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും അവരിലൂടെ എന്താണ് അവർ ആ ബില്യനേഴ്സ് എന്ന് പറയുന്ന സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരും. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്, എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയും. അതായത് എൻ്റർടൈൻ ചെയ്യാനുള്ള സ്കില്ലുകൾ ഒരു കൂട്ടം ആളുകൾക്കുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു മാധ്യമം തന്നെ തീർച്ചയായിട്ടും എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന വിഭാഗത്തിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആളുകളിലേക്ക് കടന്നു കയറുകയാണ്. അപ്പം ടീച്ചിങ് എന്ന് പറയുന്നത് സൂപ്പർ സ്കില്ലാണ്, ഫ്രണ്ട്ഷിപ്പ് മേക്കിംഗ് എന്ന് പറയുന്നത് സൂപ്പർ സ്കില്ലാണ്, എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് സൂപ്പർ സ്കില്ലാണ്. ഈ 3 സൂപ്പർ സ്കില്ലുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ ബില്യനർ എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് അടുക്കുവാനായിട്ട് വളരെ എളുപ്പമാണ്. എന്നോട് പലപ്പോഴായിട്ടും ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, സാറേ ഈ ഒരു ലൈഫിലൊരു സക്സസ് മന്ത്രയൊന്ന് എനിക്ക് പറഞ്ഞു തരാമെന്നുള്ളത്. എന്താണ് ലൈഫിലേക്കൊരു സക്സസ് മന്ത്രം? അപ്പം ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞത്, ഒരു സക്സസ് മന്ത്രം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് 20 പീപ്പിൾ ഡെഡ് ഓർ അലൈവ്. അതായത് നമുക്ക് ചുറ്റും ഒരു 20 പേരെ, അതായത് മരണപ്പെട്ടതോ ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള ഒരു 20 പേര് നമ്മുടെ സർക്കിളിൽ എപ്പോഴും ഉണ്ടാവണം. അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ കൊണ്ടു നടക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ്, പ്രോഫറ്റ് മുഹമ്മദ്, ബുദ്ധ, അതോടൊപ്പം തന്നെ എലോൺ മസ്ക്, അതോടൊപ്പം തന്നെ സോക്രട്ടീസ്, അതുകൂടാതെ തന്നെ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് ആ ഓതേഴ്സും ഒക്കെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും, ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ളത്.
അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും ആ 20 പേരുടെ സ്ട്രെങ്ത്താണ് നമുക്കുണ്ടാവുന്നത്. നമ്മളൊരു വ്യക്തിയല്ല, നമ്മൾക്ക് ആ 20 പേരുടെ ആ സ്ട്രെങ്ത് നമുക്കുണ്ടാകും. അതോടൊപ്പം തന്നെ അവരുടെ ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹാബിറ്റ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ഹാബിറ്റ്സിനോടൊപ്പം തന്നെ നമുക്ക് പുതിയ ഫുഡ് ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എന്താ ചെയ്യുന്നത്, നമുക്ക് ചുറ്റും 20 ആളുകൾ എപ്പോഴും നമ്മുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് നമുക്ക് പഠിക്കുന്ന ഹാബിറ്റ്സ് നമുക്ക് നമ്മളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതോടൊപ്പം തന്നെ സൂപ്പർ ഫുഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഫുഡ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റും. സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ള ആളുകൾ ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റാണ്. അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഹാവ് സക്സസ് ഇൻ വെരി ലിമിറ്റഡ് ടൈം. പലപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് അവരെന്താ ചെയ്യുന്നത്, സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ഫോളോ ചെയ്യുന്നത് മെസ്സേജാണ്, അല്ലാതെ മെസ്സഞ്ചർ അല്ല. നമ്മുടെ ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ആളുകൾ അവർ ഫോക്കസ് ചെയ്യുന്നത് മെസ്സഞ്ചറിലാണ്. ഈ മെസ്സേജ് ആരാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാളൊരു സക്സസ്ഫുൾ പേഴ്സൺ ആണെന്നുള്ള ചിന്ത നമുക്കുണ്ട്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. മെസ്സഞ്ചർ എന്ന് പറയുന്നത് ഇതാര് പറയുന്നു, ഈ ഒരു കോട്ട് ആര് പറയുന്നു, ഈ ഒരു മെസ്സേജ് നൽകിയതാര്, അത് പ്രസക്തമാണ്. മെസ്സഞ്ചർ എന്ന് പറയുന്നത് അപ്രസക്തമാണ്. അവർ പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് പ്രധാനം. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇതാര് പറഞ്ഞു എന്നതിനപ്പുറത്തോട്ട് എന്തു പറഞ്ഞു, അവരെന്താണ് പറഞ്ഞത്, ആ കോട്ട് എന്താണ്, അതിനകത്തെ മെസ്സേജ് എന്താണ്. അപ്പോൾ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, you have to leave the messenger and you have to embrace the message. മെസ്സഞ്ചർ അല്ല പ്രധാനപ്പെട്ടത്, അവർ പറഞ്ഞ മെസ്സേജാണ് പ്രധാനപ്പെട്ടത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകളെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റിയൊരു കാര്യമെന്ന് പറയുന്നത് അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യത്തിലാണ്. അതായത് അവരെന്താ ഫോക്കസ് ചെയ്യുന്നത്, ആ മീ എന്ന് പറയുന്ന മീ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ആ ഒരു ടേമിനെ എലിമിനേറ്റ് ചെയ്ത ശേഷം അവർ കൊണ്ടുവന്ന ടേം എന്ന് പറയുന്നത് വി എന്ന ടേമാണ്. അതായത് മീ എന്ന് പറയുന്നതിനെ അവർ വി എന്ന ടേമും കൊണ്ട് റീപ്ലേസ് ചെയ്തു. അതായത് വി എന്ന് പറയുമ്പം നമ്മളെന്ന് പറഞ്ഞൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ഞാനെന്ന് പറയുന്ന ആ ഈഗോയെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് അത് നമ്മളെന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനെന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളുടെ ഒരു കോൺസെപ്റ്റാണെന്ന് ചിന്തിക്കുമ്പോൾ എന്താ നമുക്ക് സാധിക്കുന്നത്, നമുക്ക് ചുറ്റുപാടും ഒരുപാട് ആളുകൾ നമുക്ക് സഹായിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുന്നു, നമ്മളൊരു സമൂഹമാണെന്ന് ബോധ്യപ്പെടുന്നു. അപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ബ്രേക്ക് ചെയ്ത ഈഗോ മീ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നതാണ്. അതിനോടൊപ്പം അവരെന്താ ചെയ്തത്, അവരതിന് പകരം വി അല്ലെങ്കിൽ നമ്മൾ, ആ പറയുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവർ അത് പരിശീലിക്കുവാനായിട്ട് തുടങ്ങി. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, യു ഹാവ് ടു റീപ്ലേസ് മീ വിത്ത് വി. മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 100 വർഷമാണ്. തെറ്റാണത്. മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എവറി ഹ്യൂമൻ ബീയിങ് ക്യാൻ ഹാവ് ആൻ അൺലിമിറ്റഡ് ലൈഫ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 100 വർഷം, മാക്സിമം ഒരു 100 വർഷം അല്ലെങ്കിൽ 110 വർഷം. അതിനപ്പുറത്തോട്ട് ഫിസിക്കലായിട്ട് മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വി ആർ ലിവിങ് ഇൻ ആൻ അനദർ വേൾഡ് ഓൾസോ. വി കോൾ ഇറ്റ് ആസ് എ ഡിജിറ്റൽ വേൾഡ്. നമ്മളൊരു ഡിജിറ്റൽ വേൾഡിലോടുകൂടിയാണ് ജീവിക്കുന്നത്. അതൊരു പാരലൽ വേൾഡാണ്. ഫിസിക്കൽ വേൾഡിനോടൊപ്പം തന്നെ ഒരു മെൻ്റൽ സ്റ്റേറ്റിൽ വന്നിരിക്കുകയാണ്, മെൻ്റൽ സ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത്. ആ ഡിജിറ്റൽ വേൾഡിലെ ആയുസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഇന്ന് ഒരുപാട് പേര് ആ ഡിജിറ്റൽ വേൾഡിനെ നല്ല തക്കതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അവരുടെ ഫിസിക്കൽ പ്രസൻസ് അവർക്കൊരിടത്ത് മാത്രമേ കാണിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെങ്കിൽ ആ പ്രസൻസ് ഡിജിറ്റൽ വേൾഡിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എത്രയോ മടങ്ങാണ്, എത്രയോ കോടാനുകോടി ആളുകളിൽ ഒരേ സമയത്താണ് എത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 100 വർഷമല്ല, 1000 വർഷമല്ല, 10,000 വർഷത്തോളം ജീവിക്കുവാനുള്ള ആയുസ് മനുഷ്യനുണ്ട്. എപ്പോഴാണ്
അത് എപ്പോഴാണ്? അവൻ്റെ ഫിസിക്കൽ പ്രസൻസിന് അപ്പുറത്തോട്ട് അവൻ്റെ ഡിജിറ്റൽ പ്രസൻസിനെ അവൻ ബെറ്റർ ആക്കാൻ കഴിയുമ്പോൾ. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു AI ടൂൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റിയെ ഫോക്കസ് ചെയ്യുന്നൊരു AI ടൂൾ, നമ്മൾ കൊടുക്കുന്ന സർവീസോ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു AI ടൂൾ നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്താ സാധിക്കുന്നത്? ആ പറയുന്ന AI ടൂളിന് ഒരേ സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു. അപ്പം നമ്മുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ നമ്മൾ പഠിപ്പിച്ചു വെച്ച കാര്യങ്ങൾ അവരെ കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹ്യൂമൻ ലൈഫ് ഈസ് അൺലിമിറ്റഡ്. നമ്മളില്ലാതെ തന്നെ, നമ്മുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ നമ്മൾ എന്തൊക്കെയാണോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് അതേ രീതിയിൽ ആ സർവീസോ പ്രോഡക്റ്റോ കൊടുക്കുവാനായിട്ട് നമ്മുടെ ഡിജിറ്റൽ അവതാറിന് കഴിയും. അപ്പം മനുഷ്യൻ എന്ന് പറയുന്നത് ഫിസിക്കൽ അവതാർ മാത്രമല്ല, ഒരു ഡിജിറ്റൽ അവതാർ കൂടിയാണ്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യു ക്യാൻ ലീവ് മോർ ദാൻ 1000 or 5000 years. അൺലിമിറ്റഡ് ആണ്. ഫിസിക്കൽ പ്രസൻസും ഡിജിറ്റൽ പ്രസൻസും ബെറ്റർ ആക്കുക. എന്നോട് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, സാറേ മനുഷ്യനെ ഒന്ന് ഡിഫൈൻ ചെയ്യാമോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൊരു കാര്യമെന്ന് പറഞ്ഞത്, നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് ഒരു ശരീരമല്ല, നമ്മളൊരു ബോഡി അല്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഓർമ്മകളാണ്. വി ആർ മെമ്മറീസ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ മനുഷ്യർക്ക് നല്ല ഓർമ്മകൾ കൊടുക്കുന്നുണ്ടോ? നല്ല മെമ്മറീസ് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ആ പറയുന്ന ബോഡി എന്ന് പറയുന്ന ഈഗോയെ ഒന്ന് ഡിസ്ട്രോയ് ചെയ്തിട്ട് അതിനെ ഒന്ന് നമുക്ക് മാറി ഒന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളില്ലേ? നമ്മളുമായിട്ട് കണക്റ്റഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളില്ലേ? നമ്മളുടെ സംസാരം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളില്ലേ? നമുക്ക് അവർക്കൊക്കെ എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? നമുക്ക് നല്ല ഓർമ്മകൾ സൃഷ്ടിക്കാം. നമ്മൾ ഓർമ്മകളിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മുടെ ആ ഈഗോയെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ പ്രസൻസ്, നമുക്ക് ഫിസിക്കലായിക്കോട്ടെ നമ്മുടെ ഡിജിറ്റൽ ആയിക്കോട്ടെ, നമുക്ക് എവിടെയൊക്കെ നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നുണ്ടോ അവിടെ എല്ലാം നമുക്കൊന്ന് നമ്മുടെ പ്രസൻസ് നമുക്ക് അറിയിക്കരുതോ? നമ്മുടെ ആളുകളുടെ മനസ്സിലോട്ട് നമുക്ക് ഒരു സ്പാർക്ക് ആവരുതോ? അവർക്കൊരു സന്തോഷം കൊടുക്കരുതോ? നമുക്ക് കൂടുതൽ അവർക്ക് നമ്മൾ നല്ല ഓർമ്മകളായി മാറരുതോ? അപ്പം നിങ്ങളും എന്താ ചെയ്യണ്ടേ? നമ്മൾ ആ ബോഡി പ്രസൻസിൽ നിന്ന് നമ്മൾ നല്ല മെമ്മറീസ് കൊടുക്കുന്ന ആളുകളായി മാറണം. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത്, സാറേ എനിക്കൊരു മാസീവ് സക്സസ് പേഴ്സൺ ആവണം, അതിനെന്തെങ്കിലും ഒരു ഫോർമുലയുണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, മാസീവ് സക്സസ് ഫോർമുല എന്ന് പറയുന്നത് ലോകത്തിലെ വളരെ ലിമിറ്റഡ് ആയിട്ട് എന്നാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ പ്രയോഗിച്ചിട്ടുള്ളൊരു മാസീവ് സക്സസ് ഫോർമുല എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്താണ് ആ സക്സസ് ഫോർമുല എന്ന് പറയുന്നത്? അതായത് 95+5 എന്ന് പറയുന്നൊരു ഫോർമുലയാണ്. അതായത് 95+5. നമ്മൾ പലപ്പോഴും 80/20 എന്ന് പറയുന്ന ഒരു ഫോർമുല കേട്ടിട്ടുണ്ട്. അതായത് 80% റിസൾട്ട് കിട്ടുന്നത് 20% പ്രോഡക്ട്സിൽ നിന്ന് സർവീസിൽ നിന്നാണ്. അപ്പം എൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർ കൊണ്ടുപോകുന്നൊരു ഫോർമുല എന്ന് പറയുന്നത് 95+5 എന്ന് പറയുന്നൊരു ഫോർമുലയാണ്. എന്താണ് ആ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ 95% ഓഫ് ദെയർ ടൈം, their energy, their attention and their money, they will give it for free. 95% അവരുടെ ലൈഫിൽ അവർ കൊടുക്കുന്നത് സൗജന്യമാണ്. ബാക്കി 5% അവരെന്താ ചെയ്യുന്നത്? ദാറ്റ് മേ ബി പ്രീമിയം ഓർ ലക്ഷറി. അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് 95% അവരെന്താ ചെയ്യുന്നത്? അവർ സമൂഹത്തിന് ഫ്രീ ആയിട്ട് കൊടുക്കുവാണ്. 5% ദാറ്റ് വുഡ് ബി പ്രീമിയം ആൻഡ് ഓൾസോ ലക്ഷറി കോൺസെപ്റ്റാണ്. അല്ലെങ്കിൽ ആ പറയുന്ന 5% എന്താണ്? പ്രീമിയമും ലക്ഷറിയുമാണ്. അപ്പം പ്രീമിയത്തിനും ലക്ഷറിയുമായിട്ടുള്ള കസ്റ്റമേഴ്സോ ക്ലയൻസിനോ അവർ ആ കൊടുക്കുന്ന അവരുടെ ടൈം, എനർജി, അറ്റൻഷൻ ആൻഡ് മണിക്ക് പകരമായിട്ട് അവരെന്താ ചെയ്യുന്നത്? മറുഭാഗത്ത് 95% ദേ ഗീവ് ഇറ്റ് ഔട്ട് ടു ദ സൊസൈറ്റി. അപ്പം 5% പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ബാക്കി 95% പ്രപഞ്ചത്തിന് തിരിച്ചു വിട്ടുകൊടുക്കുക. അപ്പം മാസീവ് സക്സസ്ഫുൾ ഫോർമുല എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് 95+5 ഈസ് ഈക്വൽ ടു 100%. ലോകത്തിലെ ഏറ്റവും അധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറഞ്ഞ യൂട്യൂബറുടെ അനലിറ്റിക്സ് ആണ് ഈ കാണുന്നത്. എൻ്റെ യൂട്യൂബ് അനലിറ്റിക്സ് ആണ്. ഈ കാണുന്നത് EEG അല്ലെങ്കിൽ ECG ആണ്. ഒരു മനുഷ്യൻ്റെ EEG അല്ലെങ്കിൽ ECG ആണ്. ഇത് 3 തമ്മിൽ ഒരു കണക്ഷനുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് ഹ്യൂമൻ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ഈസ് ഓൾ അബൌട്ട് വൈബ്രേഷൻ. വൈബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് അപ്പ് ആൻഡ് ഡൗൺസ്. ആ പറയുന്ന മിസ്റ്റർ ബീസ്റ്റ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ യൂട്യൂബ് അനലിറ്റിക്സ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഒരിക്കലും ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് മുകളിലേക്ക് മാത്രമല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു പറയുന്ന ലെവൽ അപ്പ് മാത്രമല്ല, ലെവൽ ഡൗൺ ഉണ്ട്, അവിടുന്ന് പിന്നെ ലെവൽ അപ്പ് ഉണ്ട്, പിന്നെയും ലെവൽ ഡൗൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു പറയുന്ന ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് വൈബ്രേഷൻ. എന്താണ് ബില്ലിന് സീക്രട്ട് എന്ന് പറയുന്നത്? അതായത് ലോകത്തിലെ കോടീശ്വരന്മാരുടെ വിജയരഹസ്യം എന്താണ് എന്ന് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. അതായത് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന ഒരേ ഒരു സീക്രട്ട് മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. എന്താണ് ക്വാണ്ടം സൂപ്പർ പൊസിഷൻ? ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് ഒരേ സമയത്ത് തന്നെ പല റോൾസ് എടുക്കുക. അതായത് ഫിസിക്കലായിട്ടുള്ള പ്രസൻസ് ഉണ്ടാവും, ഡിജിറ്റലായിട്ടുള്ള പ്രസൻസ് ഉണ്ടാവും, സ്പിരിച്വലായിട്ടുള്ള പ്രസൻസ് ഉണ്ടാവും, സോഷ്യൽ പ്രസൻസ് ഉണ്ടാവും, ഫിനാൻഷ്യലായിട്ടുള്ള പ്രസൻസ് ഉണ്ടാക്കിയെടുക്കുക, ഇമോഷണലായിട്ടുള്ള പ്രസൻസ് ഉണ്ടാക്കിയെടുക്കുക. അതായത് ഒരു വ്യക്തി തന്നെ ഒരേ സമയത്ത് അയാളുടെ പല രൂപങ്ങൾ പല സ്ഥലങ്ങളിൽ അത് പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ഡിജിറ്റൽ മീഡിയ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ഉൾപ്പെടെയുള്ള മീഡിയ സപ്പോർട്ടോടുകൂടി ഒരു വ്യക്തി എന്താ ചെയ്യുന്നത്? ആ വ്യക്തിയുടെ പൊസിഷൻ അല്ലെങ്കിൽ ആ വ്യക്തിയെ സൂപ്പർ പൊസിഷൻ ചെയ്യുക. അതായത് അയാൾ ഫിസിക്കൽ റിയാലിറ്റിയിൽ ഒരു സമയത്ത് മാത്രമേ അയാൾക്ക് അയാളുടെ പ്രസൻസ് കാണിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷേ ആ പ്രസൻസ് അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്പിരിച്വൽ പ്രസൻസിലേക്കും സോഷ്യൽ പ്രസൻസിലേക്കും ഫിനാൻഷ്യലായിട്ടുള്ള പ്രസൻസും കൂടാതെ തന്നെ ഇമോഷണലായിട്ടുള്ള മെൻ്റൽ പ്രസൻസിലോട്ട് എത്താൻ കഴിയും. അപ്പം ഒരു സമയത്ത് തന്നെ പല റോളുകൾ പല അവതാറായി മാറുക. ആ ഫിസിക്കൽ അവതാറിനെ ഒരു ഡിജിറ്റൽ അവതാറായി മാറ്റി. അപ്പം ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ബില്ലിനേഴ്സ് ഈ പറയുന്ന കോടാനുകോടി ആളുകളുടെ അവരുടെ ഹൃദയങ്ങളിലേക്കും അവരെ സംബന്ധിച്ച് സമ്പന്നരുമാകുന്നത്. അപ്പം ക്വാണ്ടം സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ സ്കില്ല് ട്രെയിൻ ചെയ്യുക. യു ക്യാൻ ഓൾസോ ബിക്കം ഗ്രേറ്റർ ദാൻ യു ആർ നൗ. സൂപ്പർ റിച്ച് ഫോർമുല എന്താണ്? നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്, എന്നോട് പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. എന്താണ് ഈ സൂപ്പർ റിച്ച് ഫോർമുല എന്ന് പറയുന്നത്? ഉത്തരം എന്ന് പറയുന്നത് യു ടു മേക്ക് മണി വിത്തൗട്ട് മണി. അതായത് പണമില്ലാതെ പണമുണ്ടാക്കുവാനായിട്ട് കഴിയണം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പണമില്ലാതെ തന്നെ വിൽക്കുവാനായിട്ട് കഴിയണം. അതല്ല എങ്കിൽ നിങ്ങൾ ഇല്ലാതെ തന്നെ ആളുകൾക്ക് നിങ്ങളെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് കഴിയണം. അതായത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ആ കോൺസെപ്റ്റ് ഇത്രയുമേ ഉള്ളൂ. അതായത് നമ്മളുടെ സാന്നിധ്യമില്ലാതെ തന്നെ ആളുകൾ നമ്മളെക്കുറിച്ച് സംസാരിക്കണം. നമ്മളുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ നമ്മൾക്ക് പണമില്ലാതെ തന്നെ പണമുണ്ടാക്കുവാനായിട്ടുള്ളൊരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പം എന്താണോ നമുക്കില്ലാത്തത് അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് ഇല്ലാതെ എന്താണോ നടക്കുന്നത് അത് നടപ്പിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? നമ്മുടെ പ്രസൻസോടുകൂടിയും നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ സൂപ്പർ റിച്ച് ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മേക്കിംഗ് മണി വിത്ത് മണി, ഇറ്റ്സ് മേക്കിംഗ് മണി വിത്തൗട്ട് മണി. ഇറ്റ്സ് നോട്ട് മേക്കിംഗ് സെയിൽസ് വിത്ത് മണി, ഇറ്റ്സ് മേക്കിംഗ് സെയിൽസ് വിത്തൗട്ട് മണി. ഇറ്റ്സ് നോട്ട് തിങ്കിങ് വിത്ത് അസ്, ഇറ്റ്സ് തിങ്കിങ് വിത്തൗട്ട് അസ്. നമ്മളില്ലാതെയും നമ്മുടെ പ്രസൻസ് ഇല്ലാതെയും നമ്മുടെ സാന്നിധ്യം ഇല്ലാതെയും നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ എത്ര ആളുകൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നു, എത്ര പേര് നമ്മളിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്ര പേര് നമ്മളിലേക്ക് അവരുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്ര പേര് നമ്മളിലേക്ക് അവരുടെ അറ്റൻഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മളെപ്പറ്റി സംസാരിക്കുന്നു, നമുക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ടവർ സംസാരിക്കുന്നു. നിങ്ങളില്ലാത്ത മുറിയിൽ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഫോളോവേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം ഫോളോവേഴ്സിനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് എങ്ങനെയാണ് വൈറലാകുന്നത്? അതിൻ്റെ പിന്നിൽ ഒരു മനഃശാസ്ത്രമാണ്. എന്താണ് ഇതിൻ്റെ മനഃശാസ്ത്രം എന്ന് പറയാം? എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുന്നതിൻ്റെ മനഃശാസ്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തി ആ വ്യക്തിയിൽ ഓൾറെഡി ഉള്ളൊരു ചിന്താഗതിയോ ആ വ്യക്തി പറയാൻ ഉദ്ദേശിച്ച കാര്യമോ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ ആ വ്യക്തി എനിക്കൊരു ലൈക്ക് തരുന്നു. ആ വ്യക്തി
ചിന്തിക്കാൻ ഉദ്ദേശിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞു വെക്കുന്നതെങ്കിൽ ആ വ്യക്തി എന്താ ചെയ്യുന്നത്, അത് അദ്ദേഹത്തിൻ്റെ കുറേ സുഹൃത്തുക്കളിലേക്ക് അത് ഷെയർ ചെയ്യപ്പെടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമോഷനാണ് ശരിക്കും പറഞ്ഞാൽ കണക്റ്റഡ് ആകുന്നത് ഷെയർ ചെയ്യുന്നത്. അപ്പം വൈറൽ വീഡിയോയെ സംബന്ധിച്ച് അത് കാഴ്ചക്കാരൻ്റെ ഒരു ഇമോഷനെ ടച്ച് ചെയ്യുന്നു. അയാൾ ചെയ്യാൻ വെച്ചിരുന്നതോ അതോ അയാളെ കൊണ്ട് സാധിക്കാത്തതുമായിട്ടുള്ളൊരു കാര്യം മറ്റൊരു വ്യക്തി ചെയ്യുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു ഡോപ്പമിൻ, ഈ പറയുന്ന ഡോപ്പമിനോ സെറാറ്റോണോ അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലഷർ ട്രാൻസ്മിഷൻ ഉണ്ടാകുന്നു. അതായത് ഡോപ്പമിൻ ഉൾപ്പെടെയുള്ളൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ട്രിഗർ ചെയ്യുമ്പോഴാണ് എന്താണ് ഈ പറയുന്ന ഒരു വീഡിയോ ആളുകൾ ഷെയർ ചെയ്യുന്നത്, കമൻറ്റ് ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ വൈറൽ വീഡിയോയുടെ ഒരു സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എന്ത് ഇമോഷനാണോ പ്രകടിപ്പിക്കാനിരുന്നത്, എന്താണോ സമൂഹത്തിലേക്ക് പറയുവാനിരുന്നത്, അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഡോപ്പമിൻ ട്രിഗർ ആകുന്നുണ്ട്. ആ ഡോപ്പമിൻ ട്രിഗർ ആകുമ്പോഴാണ് ലൈക്ക് ബട്ടണിലോ ഷെയർ ബട്ടണിലോ കമൻറ്റ് ബട്ടണിലോ അവരുടെ ഇമോഷൻ അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. എന്താണ് ഈ ഹൈ ഏജൻസി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? ഈ ഒരു കാലഘട്ടത്തിൽ ഏത് മനുഷ്യനും എത്തിച്ചേരാവുന്ന ഒരു പൊസിഷനാണ് ഹൈ ഏജൻസി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതായത് ഒരു ഹൈ ഏജൻസി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ഓട്ടോണമസ് ആകുക, അല്ലെങ്കിൽ ഓട്ടോണമി ഉണ്ടാകുക, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഉണ്ടാകുക, സെൽഫ് കൺട്രോൾ, അയാളുടെ ലൈഫിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കുന്ന വ്യക്തിക്കാണ് നമ്മൾ ഹൈ ഏജൻസി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള ലോകത്ത് അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും സർവീസസും ഇന്ന് നമുക്ക് അവൈലബിൾ ആകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിനെ ലെവറേജ് ചെയ്യുവാനായിട്ടുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് ആ പറയുന്ന ഓപ്പർച്യൂണിറ്റീസിനെ ബെറ്റർ ആക്കി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഹൈ ഏജൻസി പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയായി മാറുന്നത്. അപ്പം ഈ കാലഘട്ടത്തിലെ ഹൈ ഏജൻസി പേഴ്സണാലിറ്റിയായി മാറണമെങ്കിൽ, ഇൻഫ്ലുവൻസ് ഉള്ളൊരു വ്യക്തിയായി മാറണമെങ്കിൽ യു ഷുഡ് ഹാവ് ഓട്ടോണമി, യു ഷുഡ് ഹാവ് ഡിസിപ്ലിൻ, യു ഷുഡ് ഹാവ് ദ വിസ്ഡം ടു കണക്ട് വിത്ത് പീപ്പിൾ ഹൂ ക്യാൻ തിങ്ക് ബെറ്റർ ദാൻ യു. നിങ്ങളെക്കാട്ടിൽ ചിന്തിക്കാൻ കഴിവുള്ള ആളുകളുമായിട്ട് കണക്റ്റഡ് ആവുക, അവരുടെ അതേ വഴി തന്നെ തിരഞ്ഞെടുക്കുക. ത്രിപുര രഹസ്യം എന്ന് പറയുന്ന ഏൻഷ്യൻ വിസ്ഡം ടെക്സ്റ്റിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ക്വാണ്ടം പ്രിൻസിപ്പിൾ ഉണ്ട്. അതിൻ്റെ പേരാണ് ക്വാണ്ടം എൻഡാങ്കിൾമെൻറ്റ്. എന്താണ് ഈ ക്വാണ്ടം എൻഡാങ്കിൾമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്വാണ്ടം എൻഡാങ്കിൾമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാകുന്ന വ്യക്തികൾ, നമ്മൾ ഓരോ വ്യക്തികളാണ്. വി ആർ സെൽഫ് ഓർ വി ആർ ഇൻഡിവിജ്വൽ. നമ്മളാകുന്ന ഈ ഇൻഡിവിജ്വൽ നമ്മൾ ആ പറയുന്ന യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളാകുന്ന സെൽഫ്, നമ്മളാകുന്ന ഇൻഡിവിജ്വൽ ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്സുമായിട്ട് കണക്റ്റഡ് ആണെന്നും അതാണ് നമ്മളെന്നുമുള്ള ഉത്തമ ബോധ്യം നമ്മൾക്കുണ്ടാകുമ്പോൾ നമുക്കൊരു ബെറ്റർ പേഴ്സണായി മാറാൻ കഴിയും. നമ്മുടെ ഈഗോയെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ ആ ഡുവാലിറ്റി, അതായത് എൻ്റെ ചുറ്റുപാടും കാണുന്നത് രണ്ടാണ്, അത് വിഭിന്നമാണ്, അത് വ്യത്യസ്തമാണ് എന്നുള്ള കോൺസെപ്റ്റിനോട് അപ്പുറത്തോട്ട് ഞാനും പ്രകൃതിയും ഒന്നാണെന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാകുമ്പോഴാണ് എന്ത് ഡിസ്ട്രോയ് ആകുന്നത്? നമ്മളിലെ മായ അല്ലെങ്കിൽ ഇല്യൂഷൻ ഡിസ്ട്രോയ് ആണ്. അപ്പം ത്രിപുര രഹസ്യയിൽ പറയുന്ന ക്വാണ്ടം പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക, അതിന് പറയുന്ന ക്വാണ്ടം എൻഡാഞ്ച്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇൻഡിവിജ്വൽ സെൽഫും ആ കോസ്മിക് കോൺഷ്യസ്നെസ്സൂടെ ചേരുന്ന ഒരു പ്രക്രിയ. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊരു സെയിൽസ് പ്രക്രിയയിൽ നമ്മൾ ഇടപെടുമ്പോൾ ആ പറയുന്ന സെയിൽസ്മാനും ആ ക്ലയൻറ്റുമായിട്ടൊരു കണക്ഷൻ സ്ഥാപിക്കുവാണ്. ആ കണക്ഷൻ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയും. അപ്പം സെയിൽസ്മാൻ ക്ലയൻറ്റ് റിലേഷൻഷിപ്പിനാണ് നമ്മൾ എന്താ പറയുന്നത്? ആ പറയുന്ന ക്വാണ്ടം എൻഡാൾജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതൊരു യൂണിറ്റിയാണ്, അതൊരു കണക്റ്റഡ്നെസ് ആണ്, അതൊരു ഇൻ്റർ കണക്റ്റഡ്നെസ് ആണ്. അപ്പം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സെയിൽസ്മാൻ ആവണമെങ്കിൽ, സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ ആവണമെങ്കിൽ വി ഹാവ് ടു ഫോളോ ദ ക്വാണ്ടം പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടം എൻഡാൾജ്മെൻറ്റ്. സെയിൽസിലല്ല വിൽപ്പനയിൽ ഒബ്സർവർ എഫക്റ്റ് എങ്ങനെ ഉപയോഗിക്കാം?
അതായത് ഫിസിക്സിൽ ഒരു തിയറിയാണ് ഒബ്സർവർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ആ തിയറിയുടെ ഒരു തോട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവർ അല്ലെങ്കിൽ സെൽഫ് എന്ന് പറയും. ആ സെൽഫ് എപ്രകാരമാണോ ചിന്തിക്കുന്നത് അതിൻ്റെ ചിന്തയുടെ ഫലമാണ് റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒബ്സർവർ എഫക്റ്റ് എങ്ങനെ നമുക്ക് വിൽപ്പനയിലോ സെയിൽസിലോ കൊണ്ടുവരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു സെയിൽസ്മാനാണ്, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന നിങ്ങളുടെ തോട്ട് പ്രോസസ് ആയിക്കോട്ടെ, നിങ്ങളുടെ സിസ്റ്റം ആയിക്കോട്ടെ, അത് റിയാലിറ്റിയെ എഫക്റ്റ് ചെയ്യും. ഇതാണ് ഒബ്സർവർ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് റിയാലിറ്റി എന്ന് പറയുന്ന പുറമേ കാണുന്ന യാഥാർത്ഥ്യത്തെ നമ്മുടെ ഉള്ളിലോ നമ്മുടെ ചിന്തയിലോ നമ്മുടെ പ്രവർത്തനത്തിലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സിസ്റ്റത്തിലോ മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുറമേയുള്ള റിയാലിറ്റിയും മാറും, പുറമേയുള്ള യാഥാർത്ഥ്യവും മാറും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുറമേയുള്ള യാഥാർത്ഥ്യങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങളെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണോ മനസ്സിലാക്കുന്നത് അതിനെ നമ്മൾ ബെറ്റർ ആക്കുവാനായിട്ടോ അത് ബെറ്ററായി നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? പുറമേയുള്ള റിയാലിറ്റിയും ബെറ്റർ ആകുന്നു. അപ്പം ലോകത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, ലോകത്തിൽ വളർന്നിട്ടുള്ള ഏത് കമ്പനിയെ സംബന്ധിച്ചും അവർ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് ആ ഒബ്സർവർ എഫക്റ്റ് എന്ന് പറയും. അതായത് ഞാൻ എന്നെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരും. അപ്പോൾ എന്താണ് ആ പറയുന്ന സെൽഫായിട്ടൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുന്നു, സെൽഫായിട്ടൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഫിസിക്സും സ്പിരിച്വാലിറ്റിയും ഒന്നാണോ എന്നുള്ളതാണ്. അതായത് ആത്മീയതയും ഫിസിക്സും ഒന്നാണോ, ഒരു കോൺസെപ്റ്റാണ്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ സ്പിരിച്വാലിറ്റിയും ഫിസിക്സും തമ്മിൽ കുറേ ചേർത്ത് വെക്കാവുന്ന കുറേ സംഗതികളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സൂപ്പർ പൊസിഷൻ എന്നുള്ളതാണ്. എന്താണ് സൂപ്പർ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? സൂപ്പർ പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനെ നമുക്ക് മൾട്ടി സ്റ്റേറ്റിലോട്ട് മാറ്റുവാനായിട്ട് കഴിയും. ഒരു മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിലും ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചാണെങ്കിലും ഒരു സർവീസിനെ സംബന്ധിച്ചാണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റോ സർവീസോ നമ്മൾ ഹ്യൂമൻ ബീയിങ് ആയിക്കോട്ടെ, നമുക്ക് മൾട്ടി പൊസിഷൻ അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റിലേക്ക് ഒരേ സമയത്ത് വെക്കാൻ കഴിയും. ഡിജിറ്റലായിട്ടും സ്പിരിച്വലായിട്ടും ഫിസിക്കലായിട്ടുള്ള 3 സ്റ്റേറ്റിനെയും 3 സ്റ്റേറ്റിലോട്ട് ഒരേ സമയത്ത് നമുക്ക് അവിടെ വെക്കുവാനായിട്ട് കഴിയും. അപ്പം എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ ഡിജിറ്റൽ സാധ്യതകളെ, ഡിജിറ്റൽ വേൾഡിൻ്റെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു പ്രോഡക്റ്റോ സർവീസോ ഒരു ഫിസിക്കൽ ഡിജിറ്റൽ ആയിക്കോട്ടെ, അത് ഒരേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ പ്രസൻസിൽ കൊണ്ടുവരാം, നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ പ്രസൻസിൽ കൊണ്ടുവരാം, നമുക്ക് വേണമെങ്കിൽ ഇമോഷണൽ പ്രസൻസിലോ ഫിസിക്കൽ പ്രസൻസിലോ കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെ ചേർന്ന് വെക്കുന്നതാണ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓൾ അബൌട്ട് എൻഡാൾമെൻറ്റ് അല്ലെങ്കിൽ കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത്. അതായത് എല്ലാ വസ്തുവകകളും കണക്റ്റഡ് ആണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറയുന്നത് നമ്മൾ ഈ പറയുന്ന കൊറോണ സമയത്തുണ്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻസിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? നമ്മൾ ഈ പറയുന്ന വേസ്റ്റ് നിക്ഷേപങ്ങൾ വളരെയധികം കുറഞ്ഞു. അതിൻ്റെ അനന്തര ഫലമായിട്ട് അതായത് ചന്ദ്രനിൽ പോലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ചന്ദ്രനിൽ ആ പറയുന്ന കൂളായി, ചന്ദ്രൻ്റെ കാലാവസ്ഥ കൂളായി. അപ്പോൾ എർത്തിൽ നടക്കുന്ന പല സംഗതികളും ഇത്രയും കിലോമീറ്റർ അകലെയുള്ള മൂണിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ പ്രസൻസ് കൊണ്ട് നമുക്ക് ചുറ്റുപാടുമുള്ള ആളുകളിലും ആ മാറ്റം കൊണ്ടുവരാൻ കഴിയും. അതിനാണ് ക്വാണ്ടം എൻഡാൾമെൻറ്റ് അല്ലെങ്കിൽ കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വാണ്ടം ഫ്ലക്സ് എന്ന് പറയുന്നത്. എന്താണ് ക്വാണ്ടം ഫ്ലക്സ് എന്ന് പറയുന്നത്? ക്വാണ്ടം ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് കണ്ടിന്യൂസ് ചേഞ്ച് ആണ്, അൺസർട്ടനിറ്റി ആണ്. അതായത് നമുക്ക് ചുറ്റുമുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് പ്രവചനാതീതമാണ്, നമുക്ക് പലതിനെ പ്രവചിക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ കൃത്യമായിട്ട് മാറ്റങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സ്പിരിച്വാലിറ്റിയും ഫിസിക്സും കൂടെ മെർജ് ചെയ്തുകൊണ്ട് നമുക്ക് ബെറ്റർ ലൈഫ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഒബ്സർവർ എഫക്റ്റ് എന്ന് പറയും. അതായത് എന്താണ് സ്പിരിച്വാലിറ്റിയും ഫിസിക്സും തമ്മിൽ കണക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈസ് ഓൾ അബൌട്ട് സെൽഫ് ഷേപ്സ് റിയാലിറ്റി. ഒബ്സർവർ എഫക്റ്റ്, അതായത് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്നോ അതിൻ്റെ റിഫ്ലക്ഷനാണ് പുറമേയുള്ള കാര്യങ്ങൾ. അപ്പം പുറമേയുള്ള റിയാലിറ്റിയെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പുറമേയുള്ള കാര്യങ്ങളിലും മാറ്റം വരും. അപ്പോൾ ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങൾക്ക് ബെറ്റർമെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സ്റ്റേണലായിട്ടുള്ള കാര്യങ്ങളിലും മാറ്റം വരും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.